25 വർഷം മുൻപുണ്ടായ ഒരു അപകടം സമ്മാനിച്ച ആഘാതത്തെ ഒരു സഹനമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കരുണാർദ്രമായ തിരുഹൃദയത്തോട് ചേർത്തുവെച്ച ഒരു ഭാര്യയുടെ മരണം വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ ജീവിക്കാമെന്ന വിവാഹ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി ക്രിസ്തു സഭയെ എന്ന പോലെ ജീവിത പങ്കാളിയുടെ അനാരോഗ്യത്തിലും ചേർത്ത് പിടിച്ച ഭർത്താവിൻ്റെ ജീവിത സാക്ഷ്യം. എൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. ഒഫീഷ്യൽ പേര് PC ജേക്കബ് എന്നാണ്. ഞങ്ങളുടെ വീട്ടുപേര് പുല്ലങ്കാവുങ്കൽ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മണിമല ഫോർവാനായപ്പെട്ട കരിമ്പനക്കുളം ഇടവക സീക്രട്ട് ഹാർട്ട് ഇടവകയിൽ പെട്ട ആളാണ്. ഇത് എൻ്റെ പ്രിയ ഭാര്യ മേരി പീഡി എന്നാണ് അവളുടെ ഒഫീഷ്യൽ പേര് വന്നിരിക്കുന്നത്. മേരിക്കുട്ടി ജേക്കബ്. ഞങ്ങൾ മേരിക്കുട്ടിയെന്നും മേരിയെന്നും ഒക്കെ വിളിക്കും. ഞങ്ങളുടെ കല്യാണം 1986 ജനുവരി 12-ാം തീയതി ആയിരുന്നു. ജനുവരി 2-ാം തീയതി എൻഗേജ്മെൻ്റ് നടന്നു. ജനുവരി 12-ാം തീയതി കല്യാണമായിരുന്നു. അങ്ങനെ 87 മെയ് മാസമായപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നു, മകന്. 88 നവംബർ ആയപ്പം ഒരു മകളെ കൂടെ തന്നു ദൈവത്തിൻ്റെ സമ്മാനമായിട്ട്. 1990 വരെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. 90 ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോയായിരുന്നു. മുമ്പ് ആദ്യമേ ഗൾഫിലുണ്ടായിരുന്നു. പോയി കഴിഞ്ഞിട്ട് 1998 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഇവൾക്കിങ്ങനെ ആക്സിഡൻ്റ് ആകുന്നത്. ഈ അപകടം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് 25 വർഷം മുമ്പ്, അതായത് 8/8/98 ഈ സംഭവം ഉണ്ടാകുന്നത്. വീടിൻ്റെ മുകളിൽ ടെറസിൽ പിന്നെ ഷെയ്ഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞേച്ച് പിന്നെ എഴുന്നേറ്റപ്പോഴെങ്ങനെയോ കൈ വിട്ടുപോയിട്ട് പാരപ്പറ്റന്ന് കൈ വിട്ടുപോയി. അതുപോലെ പുറകോട്ടിങ്ങനെ ഏത് ഷേപ്പിലാണോ വരുന്നത് അതുപോലെ താഴെ വന്നെങ്കിൽ ഇരുന്ന് വീഴുകയായിരുന്നു. അങ്ങനെ നട്ടെല്ല് ഒടിഞ്ഞു പോയി. ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ജോലി സംബന്ധമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവിടെ ആർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്. ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വേദന ഉണ്ടെന്ന് പറയുന്നുണ്ടെന്നല്ലാതെ ഒരു ഒടിവോ ചതവോ മുറിവോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. അപ്പം ഇവിടുന്ന് ഫാദർ ഓടി വന്നു. അനിയനെയൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തി. അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോയ വഴിക്ക് 3-4 ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയൊക്കെ ചെയ്തു. ഇവിടുന്ന് ഒരു ജീപ്പിലാണ് കൊണ്ടുവന്നത്. അങ്ങനെ ആ യാത്രയിലാണ് ഇതിൻ്റെ സ്പൈനൽ കോഡ് ഇങ്ങനെ പിഞ്ചി പോകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്, പെട്ടെന്ന് ഒന്നീ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ വൈക്കത്ത് ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴും കണ്ടു ഓപ്പറേഷൻ ചെയ്ത്. പിറ്റേ ദിവസമാണ് ഞാൻ വരുന്നത്. വന്ന് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, എഴുന്നേറ്റിരിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എഴുന്നേപ്പിച്ച് ഇരുത്തി തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒരു ധൈര്യം തന്നു. അപ്പോൾ പിന്നെ ബാക്കി എന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ജീവനോടെ കിട്ടിയാൽ മതി എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അവിടെ മുതൽ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ എനിക്ക് ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ 10 വയസ്സും 9 വയസ്സും 10 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അന്നേരം എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ പിള്ളേരെ വളർത്തണം, പിന്നെ ഇവളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാതെ പറ്റുകയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി ജോലി ചെയ്യാം. 2009 പിന്നെ ഞാൻ തിരിച്ചു വരുന്നത്. 2009 തിരിച്ചു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നേരത്തേക്ക് പിള്ളേർ വളർന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PGക്ക് പോകാറായപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ ആളില്ലാത്ത ഒരവസ്ഥ വന്നു. പറഞ്ഞാൽ അതുവരെ പിന്നെ ആരെങ്കിലും ഹോം നേഴ്സുമാരെയൊക്കെ വെച്ചൊക്കെയായിരുന്നു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് ഇങ്ങനെ ഹോം നേഴ്സുമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് ആളിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോകുന്നേ പറ്റുള്ളൂ എന്നുള്ളതായി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചിങ്ങ് പോന്നു. മോള് MBAക്ക് പോകാനായിട്ട് തുടങ്ങി. എൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് തിരിച്ചു പോരുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇവിടെ വന്നിട്ട് അത് 2009 തിരിച്ചു വന്നു. അന്ന് മുതൽ ഇതുവരെ ഇന്ന് വരെ ഞാനിങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർ മിക്കവാറും ഹോസ്റ്റലുകളിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ 2 പേരും തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വല്ല ജോലിക്കാരൊക്കെ വരും, ആരെങ്കിലും ഇടയ്ക്കുമ്പോഴേക്കൊക്കെ വരും എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷമായിട്ട് പോകുന്നു. പുള്ളിക്കാരത്തിക്കാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി എന്നുള്ളൊരു വിചാരമോ അല്ലെങ്കിൽ അങ്ങനൊരു മനപ്രയാസമോ വിഷമോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല നമ്മുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ സന്തോഷമാണ്. ഞങ്ങൾക്ക് സന്തോഷം, പിള്ളേർക്ക് സന്തോഷം. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പള്ളിയിൽ മിക്കവാറും പോവുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ വളർന്നു വന്നുകൊണ്ട്
അതിനോട് താല്പര്യമായിരുന്നു. ഇത്രയും ഇങ്ങനെ കിടക്കേണ്ട വരുമെന്നൊന്നും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, അറിയത്തില്ലല്ലോ. അപ്പം ഇപ്പം എത്രയും പെട്ടെന്ന് സുഖപ്പെടുമെന്നുള്ളൊരു പ്രത്യാശയിലിരുന്നു. കഴിഞ്ഞ് പിന്നെ ഏതായാലും ഇങ്ങനെ മാറ്റമില്ലെന്ന് കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് സഹിക്കാനായിട്ട് പോട്ടെ ധ്യാനത്തിനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. ധ്യാനം കൂടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യമേ പോട്ടയിലാണ് ധ്യാനത്തിന് പോയത്. പോട്ടയിൽ 2 പ്രാവശ്യം പോട്ടയിൽ ധ്യാനം കൂടാനായിട്ട് പോയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം പോയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ധ്യാനം കൂടെ കൂടിയിട്ടാണ് അവർ തിരിച്ചു പോരുന്നത്. അതിനകത്ത് ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പങ്കുവച്ചത് ഇതാണ്. അന്നേരമാണ് ഒരു ആത്മീയ ബലം കൂടുതൽ കിട്ടിയതെന്നുള്ളതാണ്. കാരണം അതിനു മുമ്പ് ഈ പെട്ടെന്ന് മനസ്സ് ഡൗണായി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതാണ്. അങ്ങോട്ട് മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് ഇപ്പോൾ പോകാമെന്നുള്ള ആ ഒരു ഉറപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തല്ല ഇങ്ങനത്തെ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വിഷമം, പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഇടവകാംഗമായ പുല്ലങ്കാവിലെ മേരി ആൻറ്റിയെക്കുറിച്ച് ഷക്കീന TV നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 3.5 വർഷത്തെ പരിചയമാണ് എനിക്ക് മേരി ആൻറ്റിയായിട്ടുള്ളത്. സ്പൈനൽ കോഡിന് ക്ഷതമേറ്റ് ബെഡിൽ തന്നെ ആയിരിക്കുന്ന മേരി ആൻറ്റി. അൽഫോൻസമ്മയെക്കുറിച്ച് സഭ വിശേഷിപ്പിക്കുന്നത് സഹനപുത്രി എന്നാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇടവകയിലെ ഒരു സഹനപുത്രിയാണ് മേരി ആൻറ്റി എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും ഉപസാരിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴുമൊക്കെ എപ്പോഴും മുഖത്ത് സന്തോഷത്തിൻ്റെതായൊരു മനോഭാവം മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഒരിക്കലും ആ മുഖത്ത് ഒരു വേദനയോ പരിഭവമോ സങ്കടമോ പരാതികളോ ഒന്നുമില്ലാതെ കണ്ട് ദൈവം നൽകിയ ഈ സഹനത്തെ സ്വജീവിതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ചെലവഴിക്കുന്ന മേരി ആൻറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എപ്പോഴും കയ്യിൽ കൊന്തയുമേന്തി തൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് ജനൽ തുറന്ന് ആരെങ്കിലുമൊക്കെ വെളിയിൽ കൂടെ പോകുന്നവരെയൊക്കെ കണ്ട് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു വിശുദ്ധയായ വ്യക്തിയെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മേരി ആൻറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ എപ്പോഴും കാണുന്ന, ഞാൻ എപ്പോഴും വീട്ടിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ വരുമ്പോൾ സമയത്ത് എപ്പോഴും മേരി ആൻറ്റിയുടെ അടുത്ത് വരുമ്പോൾ സഹനത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തിയ ഒത്തിരിയേറെ വിശുദ്ധരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ് ആൻറ്റി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെയൊക്കെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ട് അവയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു ജീവിക്കുന്ന സാക്ഷ്യം നമ്മുടെ മുൻപിൽ കാണുകയാണ്. 26 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിലും വളരെ സന്തോഷവതിയായ ഒരു ചേച്ചിയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വളരെ പ്രതീക്ഷയോടെ ഉള്ളൊരു ജീവിതം. അങ്ങനെയുള്ള കിടപ്പിലാണെങ്കിലും പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ സജീവ സാന്നിധ്യം തരുന്നൊരു ചേച്ചിയാണ് ഞങ്ങൾക്കുള്ളത്. ഒരിക്കൽ പോലും ഞാൻ കാണുന്ന ചേച്ചി എപ്പോഴും മുഖത്ത് ഒരു ചിരിയുമായിട്ടാണ് ഇരിക്കുക. ഞാൻ പല പുസ്തകങ്ങൾ കൊണ്ട് വായിക്കാൻ കൊടുക്കും. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതുപോലെ തന്നെ കയ്യിലെപ്പോഴും ജപമാല കാണും, പ്രാർത്ഥിക്കും. എനിക്ക് തോന്നുന്നത് ഇടവകയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ചേച്ചി ഒത്തിരി സമയം ചിലവഴിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ജ്യേഷ്ഠനാണെങ്കിലും ഇപ്പം വന്നിട്ട് 12 വർഷമായി നാട്ടിലെത്തിയിട്ട്. വന്നതിന് ശേഷം ചേച്ചിക്ക് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഒത്തിരി സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷുഗർ കൂടിയിട്ടും ബെഡ് സോർ കൂടിയിട്ട് ഇൻഫെക്ഷനായി അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ഇവിടം വരെയും കൊണ്ടുവരാൻ ജ്യേഷ്ഠനാണെങ്കിൽ കൂടെ നിന്ന് നെല്ലുപോലെ എപ്പോഴും കൂടെ നിന്ന് ജ്യേഷ്ഠൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ദേവാലയത്തിൻ്റെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കൂട്ടായ്മയുടെ കോർഡിനേറ്ററൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്തൊക്കെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് പള്ളിയിൽ വരികയും മറ്റു കാര്യങ്ങളിലെല്ലാം ആക്റ്റീവായിട്ട് ഓടി നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പോയപ്പം ഒരു ഇത് പറ്റിയതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഡ് സോർ ഉണ്ടായി. ബെഡ് സോർ ഉണ്ടായത് ഒരു 5-6 വർഷം ആ ബെഡ് സോർ ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിച്ചു. ഒരുപാട് ആഴത്തിൽ ആ മുറിവ് അങ്ങോട്ട് പഴുത്തിറങ്ങിയിട്ട് അത് ഒരു രീതിയിലും കരിയാതെ വന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അത് പിന്നെ വീണ്ടും ഇളകി
അങ്ങനെയൊക്കെ ഒത്തിരി. പിന്നെ ഒരു സെബാസ്റ്റ്യൻ ഡോക്ടറുടെ പിന്നെ കിംസ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണത് ശരിയാക്കി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കണക്ക് എന്നും ഇൻഫെക്ഷനായിട്ട് പിന്നെ മുറിവ് അങ്ങോട്ട് പഴുത്ത് ആ പാടെ ഇൻഫെക്ഷനാകും. ഒരു പ്രാവശ്യം ഈ മന്നവരുതിയില്ല റാന്നിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, മേനാന്തോട്ടം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആയിരുന്നു സ്ഥിരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം ഇത് പോണക്ക് ഇൻഫെക്ഷനായിട്ട് ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്ത് നോക്കി വെച്ച് ആ സർജൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല, അസ്ഥിയിൽ കയറി ഇത് പഴുപ്പ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ ഇരുന്ന ബഹുമാനപ്പെട്ട മുപ്പർത്തറ അച്ഛന്, അബ്രാഹാം മുപ്പർത്തറ എന്ന് പറയുന്ന അച്ഛന് ഇവിടെ പെട്ടെന്ന് കിംസ് ഹോസ്പിറ്റലിൽ, കോട്ടയത്ത് കിംസ് ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്തായിരുന്നു. അന്നേരം അവിടെ വിളിച്ച് പറഞ്ഞ് അവിടെ പെട്ടെന്ന് രാത്രി തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. അവിടെ ഒരു സർജൻ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ സെബാസ്റ്റ്യൻ. പുള്ളി പെട്ടെന്ന് എന്നോട് പറഞ്ഞത് കീറുക എന്നുള്ളതേ ഉള്ളൂ, കയറിക്കഴിഞ്ഞിട്ട് പിന്നെ എന്നാണെന്നുള്ളത് നോക്കാം, കീറുക എന്നുള്ളതേ ഉള്ളൂ, അത് വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം അതുപോലെ അസ്ഥിയിലോട്ട് പഴുപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാലും വേണ്ടിയല്ല, അത് ശരിയാക്കി തരണം കുഴപ്പമൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാമെന്നും പറഞ്ഞ് പുള്ളി അന്നേരം തന്നെ പിന്നെ കീറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉണ്ടായിരുന്നു. അതേതാണ്ട് എന്നിട്ട് പുള്ളി പറഞ്ഞു ഇത് ടിഷ്യൂ വെച്ച് മൂടുകയൊന്നും വേണ്ട, തന്നെ ആ ടിഷ്യൂ വളർന്നു വന്ന് അത് മൂടട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ്. അതേതാണ്ട് എനിക്കൊന്ന് ഒരു 5-6 വർഷത്തോളം ആ മുറിവ് മൂടി വരാനായിട്ട് സമയമെടുത്തു എന്നുള്ളതാണ്. ക്ഷമയോടെ ദിവസവും രാവിലെയും വൈകിട്ടും. ആദ്യമേ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും 4 മണിക്കും വൈകിട്ടും അങ്ങനെ 3-4 പ്രാവശ്യം അത് ഈ ഡ്രസ്സിങ് മാറി ചെയ്യുമായിരുന്നു. കാരണം എന്നാ വെച്ചാൽ അതിൻ്റെ ഈ പിന്നെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഊസിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു എനിക്കൊന്നൊരു ഒരു വർഷത്തോളം അത്രയും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറി. പിന്നെ ഈ ടിഷ്യൂ വരാൻ തുടങ്ങി. ടിഷ്യൂ വന്നങ്ങനെ ഒരുപാട് വർഷങ്ങൾ ആ ഇത് ബെഡ് സോർ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ജ്യേഷ്ഠൻ കൂടെ നിന്ന് ഇതുപോലെ കൂടെ നിന്ന് സഹകരിക്കുന്ന ആളുകളെ കാണാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ചേച്ചിയുടെ ആ സഹനത്തിൽ ജ്യേഷ്ഠനും കൂടെ നിന്ന് ഇതുപോലെ സഹകരിച്ച് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇതൊരു ദുഃഖത്തിന് കാരണമായിരുന്നുവെങ്കിലും അവരത് ആ ദുഃഖത്തെ അവർ ഏറ്റെടുത്ത വിധം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ 25 വർഷക്കാലമായി ഈ ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ 25 വർഷമായിട്ടും ഇതുവരെ ഒരിക്കൽ പോലും ഒന്ന് ദൈവത്തെ പഴിക്കുകയോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് പരിതപിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ജ്യേഷ്ഠനാണെങ്കിലും ചേച്ചിയാണെങ്കിലും മക്കളാണെങ്കിലും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു ഇടപെടലും പിന്നെ സഹോദരങ്ങളുടെ ഒരു ഇടപെടലും നല്ല രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു വിഷമത്തിൽ നിന്നൊക്കെ കുറച്ച് മോചനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇനി സ്ഥിരമായിട്ട് ഇനി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ വലിയ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം കുറേ കൂടെ സന്തോഷമായി. അതുവരെ പിള്ളേരെ വളർത്തുന്ന കാര്യങ്ങളും കൃഷി കാര്യങ്ങളും ഇതൊക്കെ എപ്പോഴും ടെൻഷനായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഹൈ ഡയബറ്റിക് ആയിരുന്നു അന്ന് ആ സമയത്തൊക്കെ. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറി. കാരണം ടെൻഷൻ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വിഷമം എല്ലാം മാറി. അങ്കിളിനെ പറ്റി പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ജീവിക്കുന്ന സാക്ഷ്യമായി മാറുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് ഈ ഒരു കുടുംബത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ കഴിയുമെന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ മുൻപിൽ കാണുകയാണ്. എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഇവരുടെ സാക്ഷ്യം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ ഒരു ഉദാഹരണമായിട്ട് പറയാനും ഇവരുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുമുണ്ട്. നമ്മൾ എപ്പോഴും ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന് മുൻപിൽ
ആരാധനകളായിട്ട് നിശബ്ദരായിട്ട് മൗനത്തിലായിരിക്കുകയല്ല, നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും ഈശോയ്ക്ക് മാതൃകയാകുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൻറ്റിയും അങ്കിളും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ കുഞ്ചാനോട് പറയായിരുന്നു, കുഞ്ചാൻ എന്തായാലും സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ചാൻ പറയും, നീ അവിടെ നിന്നുകൊണ്ട് എൻ്റെ കയ്യിൽ വെള്ളം തൊട്ട് നീ തരണമെന്ന് നീ പറയുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അത്ര അന്ന് തുടങ്ങി ഇന്ന് വരെ കുഞ്ചാൻ ഭയങ്കര കാര്യമായിട്ട് തന്നെ ചേച്ചി നോക്കുന്നു. അപ്പം അത്ര കാര്യമായിട്ട് നോക്കുകയും ഒരു സന്തോഷത്തോടുകൂടി കഴിയുകയും ചെയ്യുന്നു. ഇവിടുത്തെ ആവശ്യത്തിനാണെങ്കിലും കുഞ്ചാൻ ഓടി വരിക, എല്ലാവരുടെ ആവശ്യത്തിനാണെങ്കിലും ചേച്ചി നോക്കുകയും അത് കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാ ആവശ്യത്തിനും കുഞ്ചാൻ ഓടിയെത്തുകയും ചെയ്യും. ഞങ്ങളിവിടെ കുടുംബക്കാരുടെ കാര്യത്തിനെല്ലാം കുഞ്ചാൻ ഓടിയെത്തും, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടും. കുഞ്ഞുമോനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഭർത്താവ് എന്ന നിലയിൽ ആ ഒരു വ്യക്തിയുടെ സഹനവും ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എന്നും ദേവാലയത്തിൽ രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ വരുമ്പോൾ കുഞ്ഞുമോൻ ചേട്ടനെയാണ് കാണുക. പക്ഷേ രാവിലെ തൻ്റെ ഭാര്യയ്ക്ക് ചെയ്യേണ്ടതായ ശുശ്രൂഷകളെല്ലാം ചെയ്തതിന് ശേഷം ബലിയർപ്പിച്ച് ആ ബലിയിൽ നിന്ന് കൃപ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോകുകയും തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കനായ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതത്തിലും ഇതുവരെ പരാതികൾ കണ്ടിട്ടില്ല. കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന, തൻ്റെ ഭാര്യയെ പൂർണ്ണമായി ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ സഹനത്തിന് ദൈവം പ്രതിഫലം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 25 വർഷക്കാലം സ്പൈനൽ കോഡിന് തകരാറ് സംഭവിച്ച് കിടക്കുക എന്ന് പറയുന്നത് തന്നെ നിരാശയുടെ അല്ലെങ്കിൽ സഹനങ്ങളുടെ ദൈവസന്നിധിയിൽ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട മനോഭാവങ്ങൾ കടന്നു വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്താതെ കണ്ട് പൂർണ്ണമായി സ്വീകരിക്കുകയും ആ സഹനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ കുരിശിനോട് ചേർത്ത് സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മേരി ചേച്ചി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ആ മുഖത്തോട്ട് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു മനോഭാവമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, മുഖത്ത് നോക്കുമ്പോൾ ദൈവകൃപ കാണാറുണ്ട് എന്ന്. മേരി ചേച്ചിയുടെ മുഖത്തോട് നോക്കുമ്പോഴും ആ ഒരു കൃപയാണ് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം നൽകിയ ഈ സഹനങ്ങളെ ഏറ്റുവാങ്ങുവാനും ഈശോയുടെ കുരിശിനോട് ചേർത്ത് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും മേരി ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.